തീർച്ചയായും ഔദ്യോഗികമായി ഐഷ പൊറ്റിയെ കോൺഗ്രസിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഇത്രത്തോളം അവഗണന CPM എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് ഇത്രയും കരുത്തയായ ഒരു നേതാവിനോട് കാണിക്കുന്നത് തികച്ചും അനുചിതമാണ്. ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ പറയുന്നത് കേട്ടു, അവർക്ക് അങ്ങനെ വ്യക്തിപരമായ വിഷമം ഒന്നും ഉണ്ടാകേണ്ട കാര്യമില്ല, മാത്രമല്ല സംസാരിക്കാൻ പോകുന്നു. എത്ര നാളുകൊണ്ട് ശ്രീമതി ഐഷ പോറ്റി വളരെ കൃത്യമായി അവരെ CPM എന്ന് പറയുന്ന പ്രസ്ഥാനം അവഗണിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് പോലും സഹപ്രവർത്തകയായ ഒരു വനിതയായിട്ട് പോലും എന്താണ് എന്ന് ഈ നിമിഷം വരെ ഐഷ മേഴ്സിക്കുട്ടിയമ്മയെ പോലുള്ളവർ അന്വേഷിക്കാൻ പോലും തയ്യാറായില്ല. തീർച്ചയായും വളരെ സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ഉടമയും വളരെ ജനകീയായ ഒരു നേതാവുമാണ് ഐഷ പൊറ്റി. ഞാൻ മനസ്സിലാക്കുന്നത് അവരൊരു കമ്മ്യൂണിസ്റ്റ് ആണ്, അവർ പിണറായിസ്റ്റ് അല്ല. ഇന്നത്തെ കാലത്ത് പിണറായിസ്റ്റുകൾക്കല്ലാത്ത ആ പ്രസ്ഥാനത്തിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. വിശേഷിച്ച് വനിതകൾക്ക്, നേതൃത്വത്തിന്റെ ഏറാൻമൂളികളായി നിൽക്കുന്നവരല്ലാത്ത വനിതകൾക്ക് നിൽക്കാൻ കഴിയില്ല എന്നതിന്റെ ഉദാഹരണം കൂടിയാണ് ഐഷ പോറ്റിയുടെ ഇന്നത്തെ സാഹചര്യത്തെ നമുക്ക് വിലയിരുത്താൻ കഴിയുള്ളൂ. കൊട്ടാരക്കരയിൽ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച 3 തവണ MLA ആയപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി വളരെ സജീവമായി ഇടപെട്ട് പാർട്ടിക്കകത്തും പുറത്തുമൊക്കെ ഇടപെട്ട ഐഷ പോറ്റി കേരളത്തിന്റെ പൊതുസമൂഹത്തിന്, വിശേഷിച്ച് കൊട്ടാരക്കര രാഷ്ട്രീയത്തിന്, കൊല്ലം രാഷ്ട്രീയത്തിന് ഒരു മുതൽക്കൂട്ടാണ്. അവർ ഇനിയും പൊതുരംഗത്തുണ്ടാകേണ്ടത് നന്മ പറ്റിയിട്ടില്ലാത്ത രാഷ്ട്രീയത്തിന് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് അവർ പ്രവർത്തിക്കുന്നതായിരിക്കും. ഈ പിണറായിസത്തിനെതിരെയുള്ള ബിന്ദുകൃഷ്ണ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഐഷ പോറ്റി പറയുന്നത് തന്നോട് ആരും ഇതുവരെ കോൺഗ്രസ്സുകാര് പാർട്ടിയിലേക്ക് വരൂ എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ്. തീർച്ചയായും അവരുടെ നിലപാട് അറിയുമ്പോൾ അത് പറയാമല്ലോ. കാരണം അത്രയ്ക്ക് അവഗണനയാണല്ലോ ആ പാർട്ടിയിൽ അവർ നേരിടുന്നത്. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലാവും അവരിപ്പോൾ പാർട്ടിയിൽ നിന്ന് ഒഴിവായിട്ട് കഴിഞ്ഞ സമ്മേളനകാലം മുതൽ പാർട്ടിയിലില്ല, പാർട്ടിയിൽ നിന്ന് ഒഴിവായിട്ട് കുറേ ആയി, എന്നിട്ടും നിങ്ങൾ ഇതുവരെ അവരെ സമീപിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ മാധ്യമ ചർച്ചയിൽ പറയാൻ കഴിയില്ലല്ലോ.